പല സ്കൂളുകളിലും കുഞ്ഞുങ്ങളെ അടിക്കുമ്പോൾ ഭവനത്തിൽ രക്ഷകർത്താക്കൾ സ്കൂളുകളിൽ പോയി ടീച്ചേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയും ടീച്ചേഴ്സിനെ വഴക്കു പറയുകയും ചെയ്യാറുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഇളവായി മാറിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ പണ്ട് അധ്യാപകരെയും സ്കൂൾ ടീച്ചേഴ്സിനെയും ബഹുമാനത്തോടെ ഭയഭക്തിയോടെ കണ്ട ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സ്കൂളിലെ അധ്യാപകരെയോ ടീച്ചേഴ്സിനെയോ ഭയമില്ലാതെ അവർ അവഗണിച്ചു കാണുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. കാര്യം വീട്ടിലെ അന്തരീക്ഷം തന്നെയാണ്. വീട്ടിൽ ഒരു ടീച്ചേഴ്സ് അടി കൊടുത്താൽ അമ്മ ടീച്ചേഴ്സിനെ അടിച്ചു, എന്നെ സാർ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് പഠിക്കാത്ത കൊണ്ടാണ് അടിച്ചതെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടതിന് പകരം എന്തിനടിച്ചു, ഏത് ടീച്ചർ അടിച്ചത്, അവരെവിടെ താമസിക്കുന്നത്, പിറ്റേന്ന് സ്കൂളിൽ പോയി ആ ടീച്ചറിനെ വഴക്ക് പറയുകയും ടീച്ചറിനെ ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന ശീലത്തിൽ നിന്ന് മാറ്റിവിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിന് അധ്യാപകർ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുവാൻ പേടി തോന്നുന്നു. ആ കുഞ്ഞിൻ്റെ ജീവിതവും ഭാവിയും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഭവനത്തിൽ നിന്ന് തന്നെയാണ് ആദ്യമായി നാം ഇത് വളർത്തിയെടുക്കേണ്ടത്. ബൈബിൾ എന്തു പറയുന്നു എന്ന് നോക്കാം. കുഞ്ഞുങ്ങൾ ശിക്ഷിക്കുന്നതിന് ബൈബിൾ എന്തു പറയുന്നു എന്ന് നോക്കാം. ബൈബിൾ സദൃശവാക്യം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. സദൃശവാക്യം 23-ാം അധ്യായം 13-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. അവിടെ എങ്ങനെ വായിക്കുന്നു? ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. പല അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാറില്ല, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാറില്ല. അധ്യാപകർ ശിക്ഷിച്ചാൽ അവരുടെ പിടലിക്ക് കയറും, കുഞ്ഞുങ്ങൾ ഉപദ്രവിച്ചുകൊണ്ട. പക്ഷേ കുഞ്ഞുങ്ങൾ വചനം പറയുന്നു, ബൈബിൾ പറയുന്നു, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, അടി കൊടുക്കണം. പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ അടി കൊടുക്കണം. വീട്ടിൽ അക്രമം കാണിച്ചാൽ അടി കൊടുക്കണം. വചനം പറയുന്നു അവൻ അടി കൊടുക്കാതിരിക്കരുത്. അടുത്ത് പറയുകയാണ്, അടി കൊടുത്താൽ അവൻ ചത്തുപോകയില്ല, വടി കൊണ്ടടിച്ചാൽ എന്ത് ചെയ്യില്ല, ചത്തുപോകയില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അതേ സദൃശവാക്യം 23-ാം അധ്യായം 14-ാമത്തെ വാക്യം, വടി കൊണ്ട് അവൻ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കുന്നു എന്നാ. കണ്ടോ, വടി കൊണ്ട് ആ കുഞ്ഞിനെ അടിച്ചാൽ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിനെ വടി കൊണ്ടടിച്ചാൽ ബൈബിൾ പറയുന്നു നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് പലരും അടിക്കാൻ മടിച്ചത് കൊണ്ട് കുഞ്ഞുങ്ങൾ പാതാളത്തിൽ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. സദൃശവാക്യം 13-ാം അധ്യായം 24-ാമത്തെ വാക്യം എന്ന് പറയുന്നു, വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു എന്ന. അപ്പോൾ വടി ഉപയോഗിച്ചാൽ മകനെ സ്നേഹിക്കുന്നു എന്നും, വടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവൻ്റെ മകനെ പകയ്ക്കുന്നു, വെറുക്കുന്നു എന്നാണ്. അപ്പോൾ സ്നേഹം ഉള്ളത് കൊണ്ടാണ് കുഞ്ഞുങ്ങളെ ശിക്ഷ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്, മടക്കി കൊണ്ടുവരുന്നത്. ശ്രദ്ധിക്കണമേ, അതേ പുസ്തകം 13-ാം അധ്യായം 24-ാമത്തെ സെക്കൻഡ് പാർട്ട്, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞിനെ ശിക്ഷിച്ചാൽ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ തെറ്റു ചെയ്യുമ്പോൾ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു എന്ന. പ്രിയമുള്ളവരെ, ഇപ്പോൾ നാം ശിക്ഷിക്കുന്നത് വെറുപ്പോട്ടല്ല, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത്, ചെറുപ്പത്തിൽ അടി കൊടുത്ത് ശീലിപ്പിക്കുന്നത്. എൻ്റെ തെളിവ് ഞാൻ പറയാം. എൻ്റെ കുഞ്ഞിന് ഞാനൊരു 5, 6, 7, 8 വയസ്സ് പ്രായമുള്ളപ്പോൾ പിന്നെ കളിപ്രായമാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ ഇന്ന് അവിടെ വ്യത്യാസം വന്നു. പണ്ട് ഈ എന്താ പറയുക, ഈ പൈനാപ്പിൾ ഉണ്ട്, പൈനാപ്പിൾ. ഞാൻ അന്ന് ഒരു പൈനാപ്പിൾ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വസ്തുവിൽ കയറി എന്ത് ചെയ്യുന്നു അറിയാവോ, പറിച്ചുകൊണ്ടിഞ്ഞ് പോകുന്നു. പറിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പെർമിഷൻ കൂടാതെയാണ് അത് പറിച്ചത്. വീട്ടിൽ വന്നപ്പോൾ പപ്പ ചോദിച്ചു ഇതിവിടെ നിന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിടിച്ചതെന്ന. അന്ന് എൻ്റെ പപ്പയുടെ അമ്മയുണ്ട്, പുള്ളിക്കാരി മരിച്ചുപോയി. അപ്പോൾ അപ്പ എന്നെ ഞാൻ മോഷ്ടിച്ചു എന്നുള്ള 5, 6 വയസ്സ് വരത്തുള്ളൂ, അല്ലെങ്കിൽ 7, 8, 9 വയസ്സ് അതിനകത്ത് വരത്തുള്ളൂ. അന്ന് എന്നെ എന്ത് ചെയ്തറിയാവോ, അതെടുത്തത് കൊണ്ട് എന്നെ അടിച്ചു. ഞാൻ അന്ന് അത് ആ സ്വഭാവം എന്നിൽ നിന്ന് മാറ്റി. പക്ഷേ എന്നെ അടിക്കാതിരുന്നെങ്കിൽ ഞാൻ ഒരു പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ എടുത്തു, അടുത്ത് വീണ്ടും പോയി എടുക്കും, വലിയൊരു തെറ്റിലേക്ക് എന്ത് ചെയ്യും, ഞാൻ അകപ്പെട്ടു പോകും. പക്ഷേ അന്നേ മനസ്സിലായി, അടിച്ചത് വേദനിച്ചുവെങ്കിലും തെറ്റ് കൊണ്ടാണ് പപ്പയനെ അടിച്ചു എന്ന് മനസ്സിലാവുകയും ഞാൻ സ്വഭാവം ആ കുഞ്ഞുനാളിലെ ആണെങ്കിലും അത് ഉപേക്ഷിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, അപ്പോൾ അർത്ഥം വടി കൊണ്ടടിക്കുന്നത് അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇനി ശ്രദ്ധിക്കണമേ, ഈ സദൃശവാക്യങ്ങൾ പുസ്തകം 19-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബാലൻ്റെ ഹൃദയത്തോട് ദോഷം പറ്റിയിരിക്കുന്ന സദൃശവാക്യം ബൈബിൾ പറയുകയാണ്, ബാലൻ്റെ ഹൃദയത്തിൽ ദോഷം അല്ലെങ്കിൽ തെറ്റുപറ്റിയിരിക്കുന്നു. ശിക്ഷയുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും.
അപ്പോൾ കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഹൃദയത്തിൽ ദോഷം പറ്റിയിരിക്കുന്നു എന്ന. പക്ഷേ ശിക്ഷയുള്ള വടി അതിനെ ആ ദോഷത്തിൽ നിന്ന് അവനെ അകറ്റിക്കളയുന്നു. ഇതുകൊണ്ട് പറയുന്നത് വടി കൊണ്ട് അടിച്ചാൽ നാം ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. പല തെറ്റുകളെയും അവർ അതിൽ നിന്ന് മാറിപ്പോകും. ഒരു തെറ്റ് അതുപോലെ ഇപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ അടിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങളോട് ചോദ്യം ചോദിക്കുന്നില്ല, അവരെ വചനം പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല, ശിക്ഷിക്കുന്നില്ല. തെറ്റിലെ നിയമങ്ങൾ ബാലാവകാശ നിയമം, മനുഷ്യാവകാശ നിയമം എന്ന നിയമങ്ങൾ കൊണ്ട് നമ്മെ എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നതിന് മാറ്റിവിടുകയാണ്. നിയമങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് അറിയില്ല ഇത് കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചിടുന്ന അപ്പനും അമ്മയ്ക്ക് മാത്രമേ അറിയാവൂ. കുഞ്ഞുങ്ങളെ അടിച്ചു വളർത്തിയാൽ നന്നായി വരുമെന്നറിയാം. എനിക്ക് 2 കുഞ്ഞുങ്ങളെ ചോദിച്ചാൽ നന്നായി അടി കൊടുക്കും. നിയമങ്ങൾ ബാലാവകാശ നിയമമോ മനുഷ്യാവകാശ നിയമമോ എന്നല്ല, ഏത് നിയമം വന്നാലും എൻ്റെ കുഞ്ഞുങ്ങളെ അടിക്കുകയും ചെയ്യും, അടിച്ച് പഠിപ്പിക്കുകയും ചെയ്യും. തെറ്റ് കണ്ടാൽ നന്നായി ശിക്ഷിക്കുകയും ചെയ്യും. ഇനി മൊബൈലിൽ വീഡിയോ എടുത്ത് അയച്ചാലോ ആരുടെ നിയമം എന്ന് പറഞ്ഞാലോ അത് മാറ്റിവെക്കാൻ പറ്റില്ല. ബൈബിൾ പറയുന്നു വടി കൊണ്ട് അടി കൊടുക്കണം, എന്നാൽ നന്നാകും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നന്നായി ശിക്ഷിക്കുകയും ചെയ്യും, നന്നായി അടിക്കുകയും ചെയ്യും. ഇനി സദൃശവാക്യം 19 അധ്യായം 18 വാക്യത്തിൽ പറയുന്നു, പ്രത്യാശ ഉള്ളിടത്തോളം നിൻ്റെ മകനെ ശിക്ഷിക്കാം. നിൻ്റെ മകനെക്കുറിച്ചൊരു പ്രത്യാശയുണ്ട്. അവൻ നന്നായി വളരും, അവൻ നന്നായി ഉയർച്ച പ്രാപിക്കും. അവനെക്കൊണ്ട് ദേശത്തിനോ കുടുംബങ്ങൾക്കോ ദോഷമുണ്ടാകില്ല, നന്നായി തന്നെ വളരുമെന്ന് അവനോട് പ്രത്യാശ ഉണ്ട് എങ്കിൽ വചനം പറയുന്നു നീ അവനെ ശിക്ഷിക്കണം. അവന് പ്രത്യാശയില്ല, എങ്ങനെ പോട്ട്, അവനെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നാണ് നിൻ്റെ തലമുറയെക്കുറിച്ച് എൻ്റെ ഉദ്ദേശമെങ്കിൽ നീ ശിക്ഷിക്കേണ്ട. നീ അവന് പ്രത്യാശയുണ്ട്, അവൻ രക്ഷപ്പെടും, അവനെ കൊണ്ട് എനിക്ക് സന്തോഷം പ്രാപിക്കാൻ പറ്റുമെന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ നീ അവനെ ശിക്ഷിക്കണം. പിന്നെ ചില രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ അടിക്കുന്നത് എന്താ പറയുക, സ്നേഹത്താൽ വൈരാഗ്യം കൊണ്ട് അടിക്കുന്നുണ്ടാകാം. അതിന് ബൈബിൾ പറയുന്ന വാക്യമുണ്ട്. ഈ 19 സദൃശവാക്യം 19 അധ്യായം 18 വാക്യത്തിൽ പറയുന്നു, എങ്കിലും കൊല്ലുവാൻ തക്കവണ്ണം നീ അവനെന്ത് ചെയ്യില്ലേ, ഭാവിക്കരുത്. അപ്പോൾ കുഞ്ഞുങ്ങളെ അടിക്കണം, പക്ഷേ അവനെ ബൈബിളിൽ തന്നെ പറയുന്നു കൊല്ലുവാൻ തക്കവണ്ണം നീ അവൻ അടിക്കരുത്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഈ പ്രസംഗം പറയുന്നുവെങ്കിലും ഈ ഉപദേശം പറയുന്നുവെങ്കിലും കൊല്ലുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞുങ്ങളെയും നിങ്ങൾ എന്തെങ്കിലും ഭാവിക്കരുത്. ആ ശിക്ഷ തെറ്റ് തിരുത്തുവാൻ മനസ്സിലാകവണ്ണം മാത്രമാണ് ശിക്ഷിക്കുക. അതിനപ്പുറമായി കൊല്ലാൻ തക്ക രീതിയിൽ കുഞ്ഞിനെ ശിക്ഷിക്കരുത്. പല വീഡിയോകളിൽ കാണുന്നുണ്ട്, പല കുഞ്ഞുങ്ങളെ അധ്യാപകരും പിന്നെ അത് മദ്രസകളിലും വീട്ടിലൊക്കെ രക്ഷകർത്താക്കൾ പിടിപ്പിച്ചടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പാടില്ല. അങ്ങനെ ബൈബിൾ പറയുന്നു അങ്ങനെ കൊല്ലുവാൻ തക്കവണ്ണം നിങ്ങൾ അവൻ എന്ത് ചെയ്യരുത്, ശിക്ഷിക്കുവാൻ ഭാവിക്കരുത്. അപ്പോൾ അവനെ തെറ്റ് തിരുത്തുവാൻ വേണ്ടി ശിക്ഷിക്കുന്നത് നല്ലതാണ്. ഒരപ്പനും മക്കളെ ഭയപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരമ്മയും മക്കളെ കണ്ട് ഭയപ്പെട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വടിയെടുത്ത് നല്ല അടി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു തെറ്റിൽ നിന്ന് അവരെ നമുക്ക് പിടിച്ചുകൊണ്ടുവരാൻ പറ്റും. ഇന്ന് ഈ കുഞ്ഞുനാളിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നിങ്ങൾക്ക് ആ തലമുറയെക്കുറിച്ച് കരയേണ്ടി വരില്ല. ഇന്ന് പല കുടുംബങ്ങളും തലമുറയെ കൊണ്ട് കരയുകയാണ്. കാര്യം കുഞ്ഞുങ്ങൾ കൈവിട്ടുപോയി, കുഞ്ഞുങ്ങൾ ഉപദേശിക്കുന്നില്ല, കാര്യം അവർക്ക് സമയമില്ല. അത് ഇന്ന് കുഞ്ഞിനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർ വളരുമ്പോൾ അവരെക്കുറിച്ച് സന്തോഷിക്കാം. ഒരു സഹോദരി വലിയ സങ്കടത്തോടെ വരികയാണ്, കരഞ്ഞുകൊണ്ട് വരികയാണ്. അവൻ്റെ കുഞ്ഞിനെ എന്താ പറയുക, കോളേജിൽ പോയപ്പോൾ മദ്യപിച്ച് അവരെ ശിക്ഷിച്ചു എന്ന, അവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ കുഞ്ഞിൻ്റെ ലൈഫ് പോയി. ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളെ വടി കൊണ്ട് ശിക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അവർ നഷ്ടപ്പെട്ടു പോകുകയില്ല കേട്ടോ. അതുകൊണ്ട് ദൈവം പറയുന്നു അവൻ ചത്തുപോകില്ല വടി കൊണ്ട് അടിവിച്ചാൽ. പലരും കഞ്ചാവിനും മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ട് നശിച്ചു കൊണ്ട് പോവുകയാണ്. നിങ്ങൾ കുഞ്ഞിനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളെ വളരും. കൊലപാതകങ്ങൾ ഇവിടെ നിന്ന് കിട്ടും, ദൈവഭയമില്ല, വചനമറിയില്ല. പ്രിയമുള്ളവരെ, ശിക്ഷിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുക. എല്ലാ ഭവനങ്ങളെയും തലമുറകൾ അനുഗ്രഹത്തോടെ, തലമുറകൾ സന്തോഷത്തോടെ, തലമുറകൾ നല്ല വളരട്ടെ. കുടുംബങ്ങൾക്കും ദേശത്തിനും രാഷ്ട്രങ്ങൾക്കൊക്കെയും നല്ല കുഞ്ഞുങ്ങളായി നിങ്ങളുടെ മക്കൾ വളരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളൊരു സാധാരണ വീഡിയോ കണ്ടു കളയാതെ ഇത് കാണുകയും മാത്രമല്ല നല്ലത് തിരഞ്ഞെടുക്കുകയും മറ്റുള്ളവർക്കിത് എന്താ പറയുക ഷെയർ ചെയ്ത് അറിയിക്കുകയും ചെയ്യുക. ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുവെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. പാസ്റ്റർ ഷെല്ലി വത്സ്.